അതാണ് മോൻ്റെ ആയുസ്. 25 വരേ ഉള്ളൂ. സമൂഹത്തിൽ നിന്നിട്ട് പേരും പ്രസിദ്ധി നേടാനുള്ള എല്ലാ സൗഭാഗ്യം മോനുണ്ട്. പിന്നെ കിട്ടുന്നത് സന്താനം. എന്തോ എന്നെ കുറിച്ച് പറഞ്ഞല്ലോ ടീംസ്, എന്തോ അത് പറഞ്ഞത് ഞാൻ ശരിക്കും കേട്ടില്ല. ഞാൻ കേട്ടില്ല. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പയ്യാമ്പലം ബീച്ചിൽ നിന്ന് നമ്മുടെ വ്ളോഗ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂരാണ് കേട്ടോ. പയ്യാമ്പലം ബീച്ച് പാർക്കിലേക്ക് നമ്മളൊന്ന് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് കയറിയിട്ട് വർഷങ്ങളായി കേട്ടോ. അതായത് ഞങ്ങളുടെ മാരേജിന് മുന്നേ ആണ് ഈ ഒരു പാർക്കിൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർക്കിലേക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറേ മെമ്മറീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഈ ഒരു ബീച്ച് പാർക്കിലേക്ക് കയറുമ്പോഴത്തേന് എങ്ങനെയാണെന്ന് ടിക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. ഈ ഒരു പാർക്കിലേക്ക് കയറുമ്പോഴത്തേനെ ആദ്യം തന്നെ ഇങ്ങനെ മരങ്ങളൊക്കെ ആയി നല്ല തണലൊക്കെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. കണ്ണൂരുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് പയ്യാമ്പലം ബീച്ച് പാർക്ക്. ഇനി കണ്ണൂരിന് പുറത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മീൻസ് ഏറ്റവും കൂടുതൽ ലവേഴ്സൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു പയ്യാമ്പലം. ഫാമിലീസ് എല്ലാവരും സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ പയ്യാമ്പലം ബീച്ച്. ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കുട്ടികളാണ് കേട്ടോ. നമുക്ക് പുറകിൽ തന്നെ കാണാം, അവർ നല്ല മൂഡിലാണ്. പയ്യാമ്പലം ബീച്ചിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നുള്ള ഈ ഒരു ഏരിയയില്ലേ, ഇതൊരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മഹാന്മാരുടെ ഒരുപാട് സ്മാരകങ്ങളും അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കലായിട്ടൊരു ഏരിയ ആണ് കേട്ടോ പയ്യാമ്പലം ബീച്ചിലെ ഈ ഒരു ഏരിയ. ഈ ഒരു ബീച്ചിലെ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ വന്നപ്പോഴത്തേന് ഇവിടെ ഒരുപാട് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് റൈഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം തീരത്ത് എല്ലാവരും കളിക്കുകയും അതോടൊപ്പം റൈഡും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അപ്പുറത്ത് ആണെങ്കിലും ഇരിക്കാനുള്ള സംഭവങ്ങൾ, ഇരിക്കാനും കുറേ ലവേഴ്സ് എല്ലാം ഓരോ മരത്തിന്റെ അടിയിലും കാണാൻ കേട്ടോ. നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഞങ്ങൾ ഇരുന്നതാണ്. ഇന്ന് ഈ നട്ടാവേലത്ത് ഇവിടെ നിൽക്കും. ഈവനിങ് സമയത്ത് വരുവാണെന്നുണ്ടെങ്കിലാണ് ഇവിടെ ഏറ്റവും ഭംഗി കേട്ടോ. കാരണം ആസ്വദിക്കാനും പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ നട്ടവെയിലാണെങ്കിൽ ഉച്ച കത്തി പോകുന്നു കേട്ടോ. എന്നാലും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ മരത്തണലിന്റെ അടിയിലും ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പയ്യാമ്പലം വന്നപ്പോഴത്തേന് നിങ്ങളോട് പറയാൻ ഒരു കഥയുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മുവിന് വീഡിയോ എടുക്കുന്നത് കുറേ നാൾ മുന്നേ ഞങ്ങൾ ആകെ ഒറ്റ വന്നിട്ടുള്ളൂ. ഞാനും അമ്മും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടെ ഒരുപാട് കൈ നോക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഈ കൈ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വിശ്വാസമുള്ള കൂട്ടത്തിലൊന്നുമല്ല. അന്ന് അമ്മുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ പറഞ്ഞു ഒരു ചേട്ടനായിരുന്നു അന്ന്, ആ ചേട്ടൻ്റെ മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ ചേട്ടൻ അന്ന് ഞങ്ങളോട് പറഞ്ഞു, അമ്മുവിനോട് പറഞ്ഞു, ഇന്ന് സ്നേഹിക്കുന്ന ആൾ തന്നെയാണ് വരനാവാൻ വേണ്ടി പോകുന്നത്, അതുപോലെയാണ് ആ ആളിപ്പോൾ അടുത്തും ഉണ്ടല്ലോ എന്ന്. ശരിക്കും ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും അത് നടക്കുകയും ചെയ്തു. അപ്പം ഈ പ്രാവശ്യം വന്നപ്പോഴത്തേനും ഇവിടെ ഒരു അമ്മേനെ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പം അമ്മയോട് പറഞ്ഞ് ജസ്റ്റ് എൻ്റെ ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം എന്താ അവസ്ഥ എന്നൊക്കെ. അമ്മ തുടങ്ങിക്കോളൂ. ആദ്യം പറയേണ്ടത് മോൻ്റെ കൈരേഖ നോക്കി പറയേണ്ടത് ആയുസ് രേഖയാണ് കേട്ടോ. ഇതാണ് മോൻ്റെ ആയുസ്. 75 വരേ ഉള്ളൂ. 75 വയസ്സ് വരെ. 75 കുഴപ്പമില്ല, നോർമൽ. പക്ഷെ ആയുസായിരിക്കും പറയാൻ പറ്റൂല, മാറ് പറയാന്ന് മാത്രമേ ഉള്ളൂ. ഒരു മേബി. അതെ. പിന്നെ പറയേണ്ടത് ബുദ്ധി ക്ലിയർ തന്നെയാ. ക്ലിയർ ആണോ? ഒന്നല്ല ചതിവ് വഞ്ചന അതൊന്നുമില്ല. ചതിവ് വഞ്ചന സ്വഭാവം അതൊന്നുമില്ല. മനസ്സ് നല്ല മനസ്സിൻ്റെ ഉടമയാ കേട്ടോ. പിന്നെ കിട്ടേണ്ടത് വിദ്യാഭ്യാസം. പഠിച്ചിട്ടുണ്ട്, കിട്ടിയെടുത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ വലിയൊരു ഉയർച്ചയിലേക്ക് മോനെത്തിയിട്ടില്ല. ഇല്ല, തീർച്ചയായിട്ടും. അപ്പോൾ ഉള്ള വിദ്യാഭ്യാസത്തിനനുസരിച്ച് നല്ലൊരു ജോലിയായിട്ട് വർക്ക് ചെയ്യേണ്ട കൈയായിരിക്കും. അത് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജോലിയിൽ നിന്നിട്ട് യാതൊരു വിഷമങ്ങളോ പരാജയങ്ങളൊന്നും ഇല്ല. ഒരു പരാതിയില്ല, സന്തോഷമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വിവാഹം സ്വത്ത് കണ്ടോ ധനം കണ്ടോ മുതൽ കണ്ടോ നടത്തിയ വിവാഹമൊന്നും അല്ല. കണ്ടു ഇഷ്ടപ്പെട്ടു താല്പര്യപ്പെട്ട് നടത്തിയ വിവാഹം തന്നെ. ഭാര്യ ഉത്തമമുള്ളവളായിരിക്കും, ഐശ്വര്യമുള്ളവളായിരിക്കും. എനിക്ക് ചത്താ മതി. അപ്പം ഭാര്യ സ്നേഹത്തോടു കൂടിയും അവൾക്കും ജോലി സംബന്ധപരമായിട്ട് വളരെ മുന്നോട്ട് പോകാനുള്ള ഭാഗ്യങ്ങളെല്ലാം കൈരേഖയിൽ കാണുന്നു. പിന്നെ കിട്ടുന്നത് സന്താനം. 2 കുട്ടികളെ ജനിക്കും. വളരെ വളരെ സന്തോഷം. ഒരാണും ഒരു പെണ്ണും. ആണോ? അതിനുള്ള ഭാഗ്യമെല്ലാം മോനുണ്ട്. സ്വന്തമായ വീടെല്ലാം വെക്കേണ്ടി വരും. നല്ലൊരു വീട് വെച്ച് കൂടാനുള്ള ഭാഗ്യം. പിന്നെ കിട്ടുന്നത് കൂട്ടുകെട്ട്, സ്നേഹിതന്മാർ ധാരാളം ഉണ്ട്. സ്ഥിരമാരുണ്ടാവില്ല. എല്ലാവരും കൂട്ടുകാരനും എല്ലാവരും പരിചയക്കാരനും. മനസ്സിലായില്ലേ? എല്ലാവരോടും സ്നേഹം. ജാതി ഭേദമില്ല. എല്ലാവരും ഒരേ തുല്യമായിട്ട് സ്നേഹിക്കുന്ന മോനായിരിക്കും. മനസ്സിലായി?
അമ്മ ഐശ്വര്യമുള്ളവളാ. മമ്മിയാ കേട്ടോ. മമ്മി ഇത് കണ്ടു കഴിഞ്ഞാൽ അമ്മ ഐശ്വര്യമുള്ള ആളാ. മഹാലക്ഷ്മത്തുള്ള സ്ത്രീയാണ് അമ്മ. യെസ്. മക്കളെ വരുമാനം ആഗ്രഹിച്ചിട്ടില്ല, മക്കളെ സ്നേഹം മാത്രമേ അമ്മ ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ മമ്മി ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നിറയും. അമ്മേൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഞാൻ അനുഭവിച്ച വേദനയോ കഷ്ടപ്പാടോ എൻ്റെ മക്കൾ അനുഭവിക്കാതെ അവർ നല്ലൊരു നിലയിലെത്തണം ഭഗവാനെ എന്നുള്ള ഒറ്റൊരു പ്രാർത്ഥനയെ അമ്മക്കുള്ളൂ. ശരിയാട്ടോ, അത് നേരായ കാര്യം. പിന്നെ മോൻ്റെ അച്ഛൻ്റെ പാരമ്പര്യമായ സ്വത്ത് കൊണ്ടോ പാരമ്പര്യമായ ധനങ്ങളെ കൊണ്ടോ അച്ഛൻ ഭാഗ്യവനൊന്നുമല്ല. അച്ഛൻ്റെ പരിശ്രമങ്ങളെ കൊണ്ടേ അച്ഛൻ മുന്നോട്ട് പോയിട്ടുള്ളൂ. അതെ അതെ, അത് നേരാ കേട്ടോ. പിന്നെയും മോൻ്റെ കയ്യിലേക്ക് കിട്ടേണ്ടത് യാത്രയൊക്കെ ചെയ്യേണ്ട കയ്യാ. ഒരുപാട് യാത്ര യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും യാത്ര തന്നെയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാ സൗഭാഗ്യം മോൻ്റെ കൈക്ക് കാണുന്നുണ്ട്. വീട്, വാഹനം, ജോലിക്കുയർച്ച, സമൂഹത്തിൽ നിന്നിട്ട് പേരും പ്രസിദ്ധിയും നേടാനുള്ള എല്ലാ സൗഭാഗ്യം മോനുണ്ട് കേട്ടോ. അങ്ങനെ ഇനി വരുമ്പോൾ മോൻ്റെ വിജയിച്ച് അങ്ങനെ ധാരാളം പൈസ കയ്യിൽ വന്ന് സന്താന സൗഭാഗ്യത്തോടു കൂടി ഭാര്യയോടുകൂടി 4 ചക്രമുള്ള വാഹനത്തോടു കൂടി മോൻ വീണ്ടും ഇവിടെ വരണം. തീർച്ചയായിട്ടും. അന്ന് അമ്മച്ച കണ്ടാൽ ഒരു ചായൻ്റെ പൈസ തരാം, മടിക്കരുത്. വിജയിക്കും, കൈമാറും. അമ്മയുടെ പേര് കമലാക്ഷി. കമലാക്ഷി അമ്മയാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞത്. എനിക്ക് ഹേർട്ട് ടച്ച് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ, അമ്മുവിനെ കുറിച്ച് പറഞ്ഞ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത കാര്യം. എൻ്റെ മമ്മി എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ ഒരു പറഞ്ഞ കാര്യം. കാരണം മമ്മിക്ക് എന്താ പറയുക, നമ്മുടെ പണവും കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ സന്തോഷമായിട്ട് കഴിയുക, അതാണ് മമ്മിയുടെ ഒരു ആഗ്രഹം. എല്ലാ മക്കളും അങ്ങനെ ആവണമെന്നാണ് അമ്മമാരുടെ ആഗ്രഹം. പക്ഷെ എല്ലാവരും ആയി വരില്ലല്ലോ. ഉദ്ദേശിച്ച പോലെ എല്ലാ മക്കളും ഒരേ ശ്രേണിയിലെത്തൂല. നല്ലവരും ഉണ്ട്, കെട്ടവരും ഉണ്ട്. തീർച്ചയായിട്ടും കമലാക്ഷി അമ്മ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനും കമലാക്ഷി അമ്മേനെ നമുക്ക് കാണണം. അമ്മ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വലിയൊരു യാത്രയിലല്ലേ അല്ലേ? അപ്പോൾ ആ യാത്രയിൽ എത്തിപ്പെടാൻ നമുക്ക് ശ്രമിക്കാം. ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പോവാം അല്ലേ? അപ്പോൾ നിങ്ങളും കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അപ്പം ഈ പ്രാവശ്യം വന്നപ്പോഴത്തേന് കേട്ട കാര്യങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേന് സത്യമാവണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. കേട്ടില്ലേ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഇതിനെ ഒരു ഫണ്ണായിട്ട് എടുക്കുന്നു, ചിലവർ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനും അമ്മും ഒരുമിച്ചിരുന്ന് രണ്ടുപേരും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നോക്കൂ. അമ്മേനെയൊക്കെ കൊണ്ടുവന്നാൽ ഇത് നോക്കാൻ അവർ സമ്മതിക്കില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് 2 വട്ടം ഇതുപോലെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യ വട്ടം നോക്കിയ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ മാരേജ് കഴിഞ്ഞ സമയത്ത് ഇതുപോലെ ഒരിടത്ത് ഇരിക്കുമ്പോഴത്തേനും മോനെ ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേനും മറൈൻ ഡ്രൈവിൽ വെച്ചിട്ട് ഇതുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കൊരു വരുമാന മാർഗ്ഗമല്ലേ, ജസ്റ്റ് നോക്കിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർ ഇതുപോലൊക്കെ തന്നെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അത് രണ്ടും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. പണ്ട് നമ്മൾ വ്ളോഗും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു അമ്മ പറഞ്ഞ് കേട്ടപ്പോഴത്തേനും വീണ്ടും നമ്മൾ ആ കേട്ട ഒരു സംഭവമായിട്ട് എവിടേക്കോ സാമ്യമുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനും നമ്മൾ ആഗ്രഹിച്ച പോലെ ഓരോ കാര്യങ്ങൾ നേടിയെടുത്താൽ പറഞ്ഞ പോലെ ഒരു സംഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും അടുത്ത പ്രാവശ്യം ഇവിടെ എത്താം. പയ്യാമ്പലം ഈ ഒരു സംഭവത്തിൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. എനിവേ പുള്ളിക്കാരി എന്തോ എന്നെ കുറിച്ച് പറഞ്ഞല്ലോ ടീംസ്, എന്താ അത് പറഞ്ഞത് ഞാൻ ശരിക്കും കേട്ടില്ല. ഞാൻ കേട്ടില്ല. എനിവേ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടെ മാനത്തേക്ക് പോകും. അധികം മുക്കുന്നില്ല. അതിനുവേണ്ടി ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ എടുത്ത് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ ബൈ.